Welcome to Nathan's Nest. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ അച്ചാരി ഉണ്ടാക്കുന്നതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാനി ടൈപ്പ് ഡിഷാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. കരിഞ്ജീരകം ഒഴിവാക്കരുത്, അത് ആണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അത് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിയുണ്ട്. മല്ലി വറുക്കാത്ത മല്ലിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ജീരകവും പിന്നെ ഒരു വറ്റൽമുളകും. എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണോളം തൈരാണ്. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ നാരങ്ങയുടെ നീരെടുത്തിട്ടുള്ളതാണ്, അതും ഒഴിവാക്കരുത്. 2 തക്കാളി, ചെറിയ തക്കാളി പേസ്റ്റാക്കി എടുത്തതാണ്. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ടും എടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നോർമൽ മുളക് പൊടി യൂസ് ചെയ്യാം, പക്ഷെ അത് കുറച്ചെടുത്താൽ മതി. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനിയൊരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുന്നതാവും നല്ലത്. ഈ വറുത്തെടുത്ത മിക്സ് നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചിക്കനിലോട്ട് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും തൈരും നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പകുതിയും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 30 മിനിറ്റ്സ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, ഞാനിപ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി പേസ്റ്റ് ആക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. അടുത്തതായിട്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് മാത്രമായിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം, മുളക് പൊടി തീരെ യൂസ് ചെയ്യാതെ. അപ്പോൾ കറിക്കൊരു യെല്ലോ കളറായിരിക്കും. പിന്നെ ബാക്കി ഉള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഒന്നും കൂടെ വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് എടുത്ത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ബാക്കി മുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. മുളക് പൊടി വേണമെന്നില്ല, അതിന് പകരം പച്ചമുളക് യൂസ് ചെയ്താൽ മതി. മുളക് പൊടിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് പച്ചമുളകിനുണ്ട്, പച്ചമുളക് മാത്രമായിട്ടുണ്ടെങ്കിലും. പക്ഷെ കറിക്കൊരു കളറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നന്നായിട്ട് വഴന്ന് വരണം ഈ ഉള്ളി. നമ്മളിങ്ങനെ കടിക്കരുത്, ഹാർഡായിട്ട് കറിയിൽ ഇരിക്കരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കറിയുടെ ടേസ്റ്റ് അത്ര കിട്ടില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണേ. കറി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ ഇടയ്ക്ക് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളവും അതുപോലെ ഒക്കെ നമ്മൾ എക്സ്ട്രാ ഒഴിക്കുന്നതല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ലെമണിൻ്റെ പുളിയും ഒക്കെയാണ് നമുക്ക് ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഈ കറിക്ക് വരുത്തുന്നത്. ഇതും തൈരിൻ്റെ ആ ഒരു പുളിയൊക്കെ കൂടെ വെച്ചിട്ടാണ്. അച്ചാറിൻ്റെ പോലത്തെ നല്ല എരിവും നല്ല പുളിയും
പിന്നെ കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റും അതൊക്കെയാണ് ഈ കറിയുടെ ഒരു വ്യത്യാസം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് എരിവ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ കുട്ടികൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ നമ്മൾ കടുക് വറക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഒരു വറ്റൽമുളകും പിന്നെ കുറച്ച് കരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂണോളം. അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കും. എല്ലാതും ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാരിയുടെ പരിപാടി ഫിനിഷായി. ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. ഇനി ഇതിലേക്ക് നെയ്ച്ചോറും ഒക്കെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഗീ റൈസ്, പുലാവ്, അങ്ങനത്തെ ഫ്രൈഡ് റൈസ് അതിൽക്കൊക്കെ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ഈ കറി കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.